നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഹഖല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയി ശേഷിപ്പ് അവിടെ അസംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു. അധ്യായം 2. അർത്തഹ്ശഷ്ടാ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുൻപാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനം ഒന്നും ഇല്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി ഞാൻ ഒരു അവധിയും പറഞ്ഞു. രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്നു പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ നദിക്കക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരച്ചേവകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു. ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ യെരുശലേമിൽ എത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കയറിയിരുന്ന മൃഗം അല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ താഴ്വരവാതിൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന്
യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. പിന്നെ ഞാൻ ഉറവ് വാതിൽക്കലേക്കും രാജാവിൻ്റെ കുളത്തിങ്കിലേക്കും ചെന്നു. എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിൻ്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കിക്കണ്ടു. താഴ്വര വാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയി എന്നും എന്തു ചെയ്തു എന്നും പ്രമാണികളാരും അറിഞ്ഞില്ല. അന്നുവരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേലയെടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അധ്യായം 3. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ചു, അതിൻ്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം യെരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസേനായക്കാർ പണിതു. അവർ അതിൻ്റെ പടികൾ വെച്ചു, കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷേസബേയലിൻ്റെ മകനായ ബേരഖ്യാവിൻ്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബെസോദ്യാവിൻ്റെ മകനായ മെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ചു, കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരാനോഥ്യനായ യാദോനും ഗിബയോന്യരും മിസ്പായരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹയ്യാവിൻ്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരൂശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രെഫായാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരൂമഫിൻ്റെ മകൻ യെദായാവ് തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം ഹശബ്നെയാവിൻ്റെ മകൻ ഹത്തൂഷ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിൻ്റെ മകൻ മൽക്കിയാവും പഹത് മോവാബിൻ്റെ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേശിൻ്റെ മകൻ ശല്ലൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴ്വര വാതിൽ ഹനോനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിത് അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. കുപ്പ വാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത് ഹഖേരം ദേശത്തിൻ്റെ പ്രഭുവായ രേഖാബിൻ്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിത് അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പ ദേശത്തിൻ്റെ പ്രഭുവായ കൊൽ ഹൊസയുടെ മകനായ ശല്ലൂൻ അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിത് മേച്ചൽ കഴിച്ചു, കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. രാജോദ്യാനത്തിൻ്റെ നീർപ്പാത്തിക്കരികെയുള്ള
കുളത്തിൻ്റെ മതിലും ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവൻ്റെ അപ്പുറം ബേത്സൂർ ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിൻ്റെ മകൻ നെഹമ്യാവ് ദാവീദിൻ്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കൊഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രഹൂം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം കെയില ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹശബ്യാവ് തൻ്റെ ദേശത്തിൻ്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം അവൻ്റെ സഹോദരന്മാരിൽ കെയില ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനാദാദിൻ്റെ മകൻ ബവ്വായി അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം മിസ്പ പ്രഭുവായ യേശുവയുടെ മകൻ ഏസർ കോണിങ്കിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം സബായിയുടെ മകൻ ബാരൂക്ക് ആ കോണു തുടങ്ങി മഹാപുരോഹിതനായ എല്യാശീബിൻ്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഹക്കോസിൻ്റെ മകനായ ഊരിയാവിൻ്റെ മകൻ മെരേമോത്ത് എല്യാശീബിൻ്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാശീബിൻ്റെ വീടിൻ്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ബെന്യാമീനും ഹശൂബും തങ്ങളുടെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം അനന്യാവിൻ്റെ മകനായ മയസേയാവിൻ്റെ മകൻ അസര്യാവ് തൻ്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഹേനാദാദിൻ്റെ മകൻ ബിന്നൂവി അസര്യാവിൻ്റെ വീട് മുതൽ കോണിൻ്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ഉസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗൃഹത്തിൻ്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം പരോശിൻ്റെ മകൻ പെദായാവ് അറ്റകുറ്റം തീർത്തു. ദൈവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു. അതിൻ്റെ ശേഷം തെക്കോവ്യർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിൻ്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ഇമ്മേരിൻ്റെ മകൻ സാദോക്ക് തൻ്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ശെഖന്യാവിൻ്റെ മകൻ ശെമയ്യാവ് അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ശെലമ്യാവിൻ്റെ മകൻ ഹനന്യാവും സാലാഫിൻ്റെ ആറാമത്തെ മകൻ ഹാനോനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം ബെരഖ്യാവിൻ്റെ മകൻ മെശുല്ലാം തൻ്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മീഫ് ഖദ്വാദിലിന് നേരെ ദൈവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കിലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു.